നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വാല്യുവേഷൻ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. എന്നാൽ അത് കൃത്യതയോടുകൂടി എത്തിക്കേണ്ട ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ നമുക്കും വളരെ ബാധ്യതയുള്ള കാര്യമാണ് കൃത്യമായി എത്തിക്കുക എന്നുള്ളത്. നമുക്കറിയാം +2 ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ഈ 3 വിഷയങ്ങൾ അത്യാവശ്യം കുട്ടികൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടില്ല. ഒരു 70, 80 അല്ലെങ്കിൽ 90% കുട്ടികൾക്ക് നല്ല രീതിയിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലർ നല്ല രീതിയിൽ എഴുതുന്ന കുട്ടികൾ കാണുമായിരിക്കും. പക്ഷേ പൊതുവേ ഈ ക്വസ്റ്റ്യൻസ് പത്രമാധ്യമങ്ങളിലെല്ലാം വന്നതാണ്. നമ്മൾ ഉൾപ്പെടെ ഒരുപാട് വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തതാണ്. അത്ര എളുപ്പമല്ലായിരുന്നു. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് +2, +1 കെമിസ്ട്രി ഇപ്പോൾ സ്കീം അനലൈസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഓരോ ദിവസവും ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ മാറി വന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് കുട്ടികൾക്ക് ഇച്ചിരി നിരാശ ഉണ്ടാകുന്ന കാര്യമാണ്. +1, +2 കെമിസ്ട്രി എഴുതിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ലിബറലായിട്ടുള്ള വാല്യുവേഷനോ എക്സ്ട്രാ മാർക്കുകളോ നൽകുന്നില്ല എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാകാം, സ്വാഭാവികമായിട്ടും വാല്യുവേഷനാണ്, അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാകുമായിരിക്കും. എന്തായാലും ഇപ്പം നിലവിൽ ഇതേപോലെ ഇപ്പോൾ എനിക്കിപ്പോൾ 10 മാർക്കുണ്ട് 20 മാർക്കുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് കാര്യമല്ല, അതിനകത്ത് സത്യസന്ധത കാണത്തില്ല. അന്നേരം ഇതിനകത്ത് ഇപ്പം +1 കെമിസ്ട്രിക്കും +2 കെമിസ്ട്രിക്കും +2 കെമിസ്ട്രിയാണ് ഇച്ചിരി ടഫായത്. +1 കെമിസ്ട്രിയും അത്ര എളുപ്പമല്ലായിരുന്നു. രണ്ടിനും ലിബറൽ വാല്യുവേഷനും അല്ല, എക്സ്ട്രാ മാർക്കുകളും നൽകുന്നതല്ല എന്നുള്ളതാണ്. അന്നേരം നിങ്ങൾക്ക് കമൻസ് ഇടാം. എന്തായാലും ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് തരും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും.